അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 3:15. അപ്പോൾ എന്നെ ഇപ്പോൾ ഷെബു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലടാ ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം എത്രയെന്ന്. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വന്നോളണം, എൻ്റെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണിയെടുത്താൽ മതി എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇല്ലടാ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ ഫുഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരും, ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെയെന്ന്. എന്തായാലും ഫ്രണ്ട്സിൻ്റെ സ്നേഹമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അവിടത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ജംഷിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്, വേഗം വാ നമുക്ക് നല്ല ബിരിയാണി തന്നെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ അതാ മുനീശ്വരൻ കോവിലെത്തി. അപ്പോൾ എന്നെ ഇപ്പോൾ വിളിച്ച് കക്ഷി നീ പറ്റിക്കോ, പറ്റിച്ചാൽ നിന്നെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായി. ഞാൻ ഇല്ലടി പറ്റിക്കൂല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ചെറിയൊരു വിശപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് നിർത്തുമായിരുന്നു. പക്ഷേ എന്തായാലും ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം പയ്യാമ്പലത്താണേ അവളെ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് തോന്നുന്നു. ഈ മുനീശ്വരൻ കോവിൽ കഴിഞ്ഞാൽ ഈ SM പാർക്ക് റോഡിലൊക്കെ ഉള്ളത് ഒരുപാട് കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ കമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ഇവരെന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. എൻ്റെ ഫ്രണ്ടേജ് കറക്റ്റ് 3 മീറ്റർ അത് മാത്രം കൊടുക്കും. പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലോറും കൂടി എടുക്കുക, ഈ 10 മീറ്റർ കൂടുതലൊക്കെ ഹൈറ്റ് വരുന്ന ബിൽഡിങ് നമ്മൾ പിന്നെ ഒരു ഫ്ലോർ 3 മീറ്ററുള്ള ഒരു ഫ്ലോർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 1/2 മീറ്റർ ഫ്രണ്ടിൽ വിടേണ്ടിയാണ്. പക്ഷേ ഇടാനുണ്ടാവില്ല, ലാസ്റ്റ് നമ്പർ കിട്ടാതെ അവസ്ഥയാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ. ആക്ച്വലി ഇവിടെ എത്തി, പക്ഷേ ഇവിടെ അധികം നിൽക്കേണ്ട സമയമില്ല. എനിക്ക് 4:30 ആകുമ്പോൾ ഓഫീസിൽ ക്ലയൻറ്റ് വരും, അപ്പോൾ തന്നെ അവിടെ എത്തേണ്ടതാണ്. ഞാനിവിടെ എത്തി, ഫുഡ് സെർവിങ് തുടങ്ങി കേട്ടോ. ഒന്ന് കിച്ചണിൽ പോയിട്ട് വരാം. ഒരാളിവിടെ ഫോണിലുണ്ടേ. പൊട്ടിച്ചോ? നീ പൊട്ടിച്ചോ? പൊട്ടിച്ചോ? ദമ്മിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഉള്ളിലുണ്ടാവും അല്ലേ? യമ്മി ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി എടുത്തിട്ടുണ്ട്. നല്ല ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ. ചിക്കൻ പീസൊക്കെ നല്ല യമ്മി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല അച്ചാറും സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാം. ആരാ വെച്ചത് നോക്കണ്ടേ? നല്ല ടേസ്റ്റാട്ടോ. ഇന്ന് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മിസ്സായി പോയേനെ. സൂപ്പർ ടേസ്റ്റാ. നോക്കിയാട്ടെ ക്ലീൻ ചെയ്യുന്ന 2 കുട്ടികൾ. ഇതെവിടെ ഒരാൾ കോൾഡ് കോഫി ആക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അല്ല ഇത് 2 ഗ്ലാസ്സല്ലേ ഉള്ളൂ? അത് അവനും ഒന്ന് നിൽക്കും. അവൻ നോർമലി അവന് മാത്രമേ ആക്കാറുള്ളൂ. ഓ താങ്ക് യു. അപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ക്ലീൻ ചെയ്യുന്ന ഫിലിമിലുണ്ടല്ലോ, ആരേനെ ഇങ്ങനെ കുതിരേനെ കുളിപ്പിക്കുന്ന പോലെ ആരേനോട് നല്ല മസിൽമാൻ പക്രുവിനോ. നമ്മളെ ഷെബുവിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. നല്ല പയ്യാമ്പലം. നല്ല രസം ഇവിടെ വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള ബാൽക്കണിയാണ് ശരിക്കും എല്ലാ വീട്ടിലും വേണ്ടത്. നല്ല വ്യൂ ഉള്ള ഏരിയയിലേക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ബാൽക്കണി. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇന്നൊരു പബ്സിൽ ഒതുക്കാന്നായിരുന്നു. ഒരു പബ്സും ലൈമും കഴിക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ആക്ച്വലി 3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പബ്സ് കഴിക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇരുന്ന സമയത്താണ് എനിക്ക് കോള് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷേ അതുകൊണ്ട് കോള് വന്നത് നന്നായല്ലോ. വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. കാരണം അത്രയ്ക്ക് സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഷെബു എന്ന് പറയുന്നത് എപ്പോഴൊന്നും ബിരിയാണി ഉണ്ടാക്കൂല, ബിരിയാണി എന്നല്ല എപ്പോഴൊന്നും കുക്ക് ചെയ്യില്ല. പക്ഷെ കുക്ക് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ആയിരിക്കും. അപ്പോൾ അത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ് എൻ്റെ കൈ കൊണ്ടുള്ള ഫുഡ്. അപ്പോൾ അതിലൊരു ഭാഗ്യവതിയാണ് തന്നെയാണ്. അടുത്ത ദിവസം നല്ലൊരു ബീഫ് ബിരിയാണി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി ഉണ്ടാവും. ഞാനുള്ള ദിവസമേ ആക്കാൻ പാടുള്ളൂ. ഡെഫിനറ്റ്ലി. അങ്ങനെ 4:15 ധന്യ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഫുഡ് തന്നതിന് ഷെബുവിന് താങ്ക് യു.